നമ്മുടെ വീഡിയോയിൽ നമ്മൾ കണ്ണൂർ സ്പെഷ്യൽ ആണത്തപ്പമാണ് കാണിക്കുന്നത്. ഈ ഒരു റെസിപ്പിക്ക് പല നാടുകളിലും പല പേരാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ തന്നെ ഈ റെസിപ്പി സാധാരണ അരി അരച്ചും കുതിർത്തും ഒക്കെയാണ് തയ്യാറാക്കുന്നത്. എന്നാൽ ഞാനിവിടെ അരിപ്പൊടി ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ആർക്കും തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. അതിന് മുന്നേ നിങ്ങളടുത്ത് പറയാനുള്ളത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങയും ഒരു ചെറിയ സവാളയുടെ കുറച്ച് പകുതിയും 2 ചെറിയുള്ളിയും പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അത്യാവശ്യം നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം. ഈ ചേരുവകളുടെ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അളവുകളൊക്കെ കണ്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ, ഒരുപാട് തരികളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അരിപ്പൊടിയാണ്. ഈ അരിപ്പൊടി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളുടെ ഈ ഒരു അരപ്പ് അരച്ചെടുത്തത് കൊണ്ട് വെള്ളം പിന്നീട് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ കുറഞ്ഞ വെള്ളത്തിലാണ് അരയ്ക്കുന്നതുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു ഡോ ആക്കിയിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. അത്യാവശ്യം നല്ല നമ്മളെല്ലാം ചേർത്ത ചേരുവകളെല്ലാം തന്നെ നന്നായിട്ടൊന്നും യോജിച്ച് ചേർന്ന് നല്ലൊരു കുഴഞ്ഞ രൂപത്തിൽ കിട്ടിയാൽ മതിയാകും. ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ് കേട്ടോ. കണ്ണൂരിലൊക്കെ പൊതുവെ സൽക്കാരങ്ങളിലൊക്കെ അവർ ഉണ്ടാക്കി വരുന്ന ഒരു റെസിപ്പി തന്നെയാണ്. പണ്ട് മുതലേ ഉള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. പല നാടുകളിലും ഇത് തയ്യാറാക്കാറുണ്ട്. പല നാടുകളിലും പല പേരാണ് പറയുന്നത്. അപ്പോൾ ആ പേരുകളൊക്കെ എന്താണെന്നുണ്ടെങ്കിലൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ലൂസാക്കി വേണ്ട, എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്ത് വന്നാൽ മതിയാകും ഈ രീതിയിൽ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പിടിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആവിപാത്രം എടുക്കുക. ആവിപാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വാഴയിലയോ അല്ലെങ്കിൽ സിൽവർ ഫോയിലോ വെച്ചിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. അപ്പോൾ പിന്നെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എണ്ണ തടവാന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് ഇതുപോലെ ചെറിയ ബോൾസാക്കി ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ നടുവിലൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഉരുട്ടിയെടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നടുക്കും ഇങ്ങനെ ഒരു ഷേപ്പാക്കി കൊടുക്കുക. ഇതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് നമ്മളെല്ലാം തന്നെ തയ്യാറാക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ കുറഞ്ഞ അളവിലാണ് കാണിക്കുന്നത്. 1/2 കപ്പ് പൊടി വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് കുറഞ്ഞ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ അളവിൽ വേണ്ടവർക്ക് കൂടുതൽ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് കേട്ടോ. ഈ 1/2 കപ്പ് അളവിൽ വെച്ച് ചെയ്യുമ്പം ഏകദേശം ഒരു 2-3 ആൾക്കാർക്ക് കഴിക്കാനുള്ള അളവിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം തന്നെ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തട്ടിൽ ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റീമറിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ ലാർജായിട്ടുള്ളൊരു സ്റ്റീമറാണ്. ഇതിൻ്റെ കൂടെ മുകളിലും 2-3 തട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ഒന്നിച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാനൊക്കെ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഇതുപോലെ ടാഗ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നോൺ വെജിൻ്റെ ഒരു മസാലയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് കൂടുതലും ബീഫിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 400 ഗ്രാം അളവിൽ വരുന്ന ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചെറിയൊരു സവാള, ചെറിയൊരു തക്കാളി, അതുപോലെ തന്നെ മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി ഒക്കെയാണ് ചേർത്തിരിക്കുന്നത്, ഗരം മസാല. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ ഇതിൻ്റെ അളവെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് കൈവച്ച് ഇങ്ങനെ തിരുമ്മുക. നമ്മൾ വഴറ്റിയെടുക്കുന്ന പോലെ അല്ല കേട്ടോ. ഇതെല്ലാം കൂടെ ഇങ്ങനെ തിരുമ്മി യോജിപ്പിച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് വിസിലൊക്കെ വരുത്തിയിട്ട് ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബീഫ് ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വരണം. നമുക്ക് അറിയാമല്ലോ, ബീഫൊക്കെ വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വരണം. ഞാൻ വെള്ളമൊന്നും അധികം ഒഴിച്ചിട്ടില്ല, ബീഫിൻ്റെ തന്നെ വെള്ളമാണ്. അപ്പോൾ ബീഫ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്തൊരു അരപ്പ് നമുക്ക് വറുത്ത് ചേർക്കണം. അപ്പോൾ അതിനുവേണ്ടി 1/4 കപ്പ് തേങ്ങ, 2 ചെറിയുള്ളി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതും ഇതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു കണ്ണൂർ അവരുടെ ഒരു ഡിഷസിൻ്റെ ഒക്കെ ഒരു മെയിൻ ഫ്ലേവർ എന്ന് പെരിഞ്ജീരകമാണ്. അപ്പോൾ പെരിഞ്ജീരകം എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. അത് ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിലും ഈ ഒരു റെസിപ്പീൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ അത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മാറ്റി വയ്ക്കാം.
ഇനി നമുക്ക് ഫൈനൽ പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ വെന്ത ബീഫിലേക്ക് നമ്മളുടെ ആ ഒരു അരപ്പുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം, ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം വെള്ളം വേണം. കാരണം നമ്മളെല്ലാം മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു കട്ടി പോലെയോ, അപ്പോൾ ഒരു കുറച്ചൊരു ഗ്രേവിയോട് കൂടി തന്നെയാണ് ഇത് വേണ്ടത്. കാരണം പിന്നീട് തണുക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ട് കട്ടിയാവും. ഇനി അതിലേക്ക് നമ്മൾ അതിൻ്റെ ഒരു ഒന്ന് മിക്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന അപ്പം ചേർത്ത് കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് മല്ലിയില ചേർക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിനകത്തോട്ട് വറവായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയുള്ളി മൂപ്പിച്ചിട്ടുണ്ട്. ചെറിയുള്ളിയും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക കറിവേപ്പിലയും അത് രണ്ടുമാണ് മൂപ്പിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് അതിൻ്റെ പച്ചച്ചൊവയും ഒക്കെ ഒന്ന് മാറി ഒന്ന് കമ്പൈൻ ചെയ്ത് വരുമ്പോഴാട്ടോ നമ്മൾ വറവ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വറവിടുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഡിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഈ ചൂടോട് കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കും. പക്ഷേ ഇത് ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോഴിക്കോടുകാർ ഇതിനെ കുഞ്ഞിപ്പത്തൽ എന്ന് പറയും, അല്ലാതെ ചിലർ പിടി എന്ന് പറയും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ കുഞ്ഞിപ്പത്തൽ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാന്നുള്ളതൊന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെയാണോ ചെയ്ത് നോക്കാറുള്ളതെന്നൊന്നും അറിയിക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന പൊടി എന്ന് പറയുന്നത് ചോയ്സ് ബ്രാൻഡിൻ്റെ പുതിയാപ്പിള പൊടിയാണ് കേട്ടോ. ആ പൊടി എടുക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് എക്സ്ട്രാ ചേരുവകളൊക്കെ ചേർന്നിട്ടാണ് അത് വരുന്നത്. അപ്പം അരി അരക്കുകയോ കുതിർക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആ പൊടി ഉപയോഗിച്ചിട്ടാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഉപയോഗിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പം ഞാൻ ഉപയോഗിച്ചത് ഈ പൊടിയാണേ. അത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാല്ലാ റിസ്നാസ് റെസിപ്പിയോടെ കണ്ടുമുട്ടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ ഷെയറും ഒക്കെ ചെയ്തേക്കണേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.